അപ്പൊ അതുകൊണ്ട് വെറും പുസ്തകം വായിക്കുന്ന പോലെ നമ്മളെ വേദപുസ്തകം വായിക്കാനായിട്ട് ഒരുമ്പെടരുത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊക്കെ വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ കഥയാ, കെട്ടുകഥയാ, ഐതിഹ്യം എന്നൊക്കെ തോന്നാനായിട്ട് ഇടയുണ്ട്. ഇത് വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ അവർ എഴുതിയെങ്കിൽ പോലും കഥാതന്തു ഒന്നായിട്ട് തന്നെ നിൽക്കുന്നതാണ് അതിനകത്തെ അത്ഭുതം. സിസ്റ്റർ സോണിയ നിർമ്മലയായ, നിഷ്കളങ്കയായ, പരിശുദ്ധിയായ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രീതിഭാജനമായിരുന്ന ആ സിസ്റ്റർ പോയി പ്രാർത്ഥിക്കാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടി ഇടിച്ചു, അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞ ആഴ്ച. ഈ സന്യാസത്തെയും ഒക്കെ അവഹേളിച്ച് കളിയാക്കി നടക്കുന്നവരെ ഈ കാണുന്ന ഈ ജീവിതങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്നോ രണ്ടോ പേരുടെ വീഴ്ച എടുത്ത് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് എല്ലാം ഇവിടെ അടിത്തറ ഇളയിരിക്കുക എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോഴേ അത് മനസ്സിൽ കരുതണം. അതല്ല സഭയെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വചന പഠനം തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം 4-ാം വാക്യം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തു. പക്ഷെ വീണ്ടും മനസ്സ് പറയുന്നു, ഈ വചനത്തെ സമീപിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മൾ എപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കണം എന്ന കാര്യം. അതായത് ദൈവവചനത്തെ സമീപിക്കുന്ന, ബൈബിൾ എന്ന് പറഞ്ഞതിനെ സമീപിക്കുന്ന വലിയ വിദ്യാർത്ഥികൾ കണ്ടെന്നിരിക്കും, അല്ലെങ്കിൽ യുക്തിവാദികൾ കണ്ടെന്നിരിക്കും, നിരീക്ഷകന്മാർ കണ്ടെന്നിരിക്കും. അവരൊക്കെ കാണുന്ന പോലെ സമീപിച്ചാൽ വചനാനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് പറയണം. അതായത് വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവവചനമാണ്. ദൈവം തന്നെയായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ സമീപിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ സമീപിക്കേണ്ടത് മറ്റുള്ള ആളുകൾ സമീപിക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞല്ലേ, എൻ്റെ വചനം കാക്കുന്നവൻ എന്നിൽ നിലനിൽക്കും. മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെയല്ല, വചനം എൻ്റെ വചനത്തിൽ ജീവിക്കുന്നവൻ പരസ്പരം സ്നേഹിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55, നിങ്ങൾ മറന്നുപോകരുത്. ഏശയ്യായുടെ പുസ്തകത്തിന്റെ 55:11 പറയുന്ന കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് ആവർത്തിക്കേണ്ടതാണ്. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കും ഫലരഹിതമായി തിരിച്ചു വരിക ഇല്ല. എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പം അതുകൊണ്ട് വെറും പുസ്തകം വായിക്കുന്ന പോലെ നമ്മളെ വേദപുസ്തകം വായിക്കാനായിട്ട് ഒരുമ്പെടരുത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊക്കെ വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ കഥയാ, കെട്ടുകഥയാ, ഐതിഹ്യം എന്നൊക്കെ തോന്നാനായിട്ട് ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വചനാനുഭവ രേഖയാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പം അത് രൂപപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു നൂറ്റാണ്ടുകളിലൂടെയാണ്. അല്ല പെട്ടെന്ന് 10 പേര് ഒന്നിച്ചിരുന്നെങ്കിൽ എഴുതിയൊരു ഗ്രന്ഥമല്ലിത്. ലോകത്തിലെ 600-ലധികം ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ലോകത്തിൽ 10,000 ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഗ്രന്ഥമാണ്. അതുകൊണ്ട് അതിനെ സമീപിക്കാൻ മറ്റു ഗ്രന്ഥങ്ങൾ സമീപിച്ചാൽ പോരാ. അപ്പം അതുകൊണ്ട് അത് എഴുതി തന്നെ ഒരാളൊന്നുമല്ല, വിവിധ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വ്യക്തിയിൽ 100-200 വരുന്ന വ്യക്തികൾ. അതിനകത്ത് എഴുതിയ ആളുകൾ രാജാക്കന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സേവകരുണ്ടായിരുന്നു, വളരെ ദരിദ്രരായ ആൾക്കാരുണ്ടായിരുന്നു, ഇടയന്മാരുണ്ടായിരുന്നു, പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ ദൈവനിവേശിതരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ അവർ എഴുതിയെങ്കിൽ പോലും കഥാതന്തു ഒന്നായിട്ട് തന്നെ നിൽക്കുന്നതാണ് അതിനകത്തെ അത്ഭുതം. എല്ലാവരും റഫർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്. അതല്ലേ പറയുന്നത്, മോശയിലും പ്രവാചകന്മാരിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് എമ്മാവൂസ് ശിഷ്യന്മാർ ചോദിച്ച കാര്യമില്ല. ആ ഒരു കഥാതന്തു അത് ആദ്യാവസാനം നിൽക്കുന്നത് ഒരു മാറ്റമില്ലാതെ. വാഗ്ദാനം നിറവേറ്റുന്നവനാ ദൈവം. അപ്പോൾ അവിടെ ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ആളുകളാണ് ഇത് ജന്മം കൊടുത്തതെങ്കിൽ നമ്മളങ്ങോട്ട് സമീപിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ വേണ്ടേ സമീപിക്കാനായി, ആത്മബോധത്തോട് വേണ്ടേ സമീപിക്കാൻ. അല്ലെ നമ്മുടെ അഹങ്കാരം വെടിഞ്ഞിട്ട് വിനയാന്യതരായി ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്ന ബോധ്യത്തിൽ വചനത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ ഉള്ളിൽ ധ്യാനിക്കാൻ തുടങ്ങിയ വചനം നമ്മളെ കൊണ്ട് നടക്കും. ഇതാണ്, ഇഫ് യു ക്യാരി ദ വേർഡ് ഓഫ് ഗോഡ്, ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ക്യാരി യു. ആ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ അതാത് വ്യത്യസ്ത സംഭവത്തിൽ തന്നെ ഇത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറയുന്നു.
വ്യത്യസ്തതയുണ്ടെന്ന് പറയും. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നൊന്നും തിരുത്തപ്പെട്ടൊന്നുമില്ല. അതായത് വിവിധ കാലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വന്ന വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെയും മാത്രമല്ല വിവിധ ഭാഷാ സാഹിത്യ രൂപങ്ങളുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ പ്രതിഫലനങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് വിവിധ പ്രദേശത്ത് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങൾ കൂട്ടിച്ച്, പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗത്തിന് എടുത്ത് പറയുകയുണ്ടായി, ഇത് ഇസ്രായേലിന്റെ വിവിധ ഭാഗത്ത് ചിതറിക്കിടന്നിരുന്ന പാരമ്പര്യങ്ങളെ ഒന്നിച്ച് കൂട്ടിച്ചേർത്തതാണ് പഞ്ചഗ്രന്ഥി എന്ന് പറയും. അതിനകത്ത് യഹോവ എന്ന് പറയുന്ന ഒരു പാരമ്പര്യം, എലോഹീം എന്ന് പറയുന്ന പാരമ്പര്യം, നിയമാവർത്തനം എന്ന പാരമ്പര്യം, പുരോഹിത ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളുടെ രൂപപ്പെട്ടു വന്നതിനെ കൂട്ടിച്ചേർത്ത്, ആ കൂട്ടിച്ചേർത്തപ്പോൾ ചിലതൊക്കെ അതേപടി അങ്ങ് വിട്ടു. അതുകൊണ്ടാണ് ആദ്യ അധ്യായത്തിന്റെ സൃഷ്ടികർമ്മം രണ്ടെണ്ണമായിട്ട് കാണുന്നത്. രണ്ടും വെവ്വേറെ ആയിട്ട് വെച്ചു. ഇവിടെ വേറെയല്ല, ഇതങ്ങ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇത് വായിച്ചു വരുമ്പം വൈരുദ്ധ്യം തോന്നുന്നത്. അത് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളല്ല, വൈരുദ്ധ്യങ്ങളല്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവിടെ ജലപ്രളയത്തിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും നമ്മൾ വന്നു നിൽക്കുന്ന ജലപ്രളയത്തിൽ, അതുകൊണ്ട് ഞാൻ ഇത്ര ആമുഖമായിട്ട് പറയുന്നത്, അത് ഇസ്രായേലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യം തന്നെ. അതും പാപത്തിന് നൽകിയ ശിക്ഷ ആ പ്രവാചകന്മാർ കട്ടിയായിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവം അവരുടെ പറഞ്ഞു നിങ്ങളെ ഞാൻ നശിപ്പിക്കും. പക്ഷേ ആ നശിപ്പിക്കുന്ന ദൈവം അത് നീതിയുടെ ദൈവമാണെങ്കിൽ അവിടെ ആരെയും പൂർണ്ണമായി നശിപ്പിക്കാതെ ഒരവശിഷ്ട വിഭാഗത്തെ നിലനിർത്തിയും കൊണ്ട് പിന്നെ രക്ഷിക്കും. അപ്പം കരുണയും അതേസമയം നീതിയും ഒന്നു ചേർന്ന് പോകുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിലല്ല കേട്ടോ വേദപുസ്തക ഭാഗങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. അത് എഴുതപ്പെട്ടതും അത് ആദ്യം അച്ചടിച്ച ഗ്രന്ഥമെന്ന നിലയിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളറകളെ മനസ്സിലാക്കാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഞാൻ ഈ ആമുഖം ആവർത്തിക്കുന്നത്, വേദപുസ്തകത്തെ സമീപിക്കുന്ന മനോഭാവം എന്താണ് എന്ന് വ്യക്തത ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 6 അധ്യായം 5 തൊട്ട് 9 അധ്യായം 17 വരെയുള്ള ഭാഗങ്ങളാണ് ജലപ്രളയത്തെ വിവരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ആദിചരിത്രം എന്ന് പറയുന്ന ആദ്യത്തെ 11 അധ്യായങ്ങൾ ഏറ്റവും ഭൂരിഭാഗവും 1/3 ഈ ജലപ്രളയത്തെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ആദ്യം ഒരു 2 യുഗങ്ങൾ എന്നതുപോലെ അവിടെ കാണുന്നു. പാപം വർദ്ധിച്ചപ്പോൾ കഠിനമായ ശിക്ഷയുണ്ടായി, ജലപ്രളയത്തെ മുഴുവൻ നശിപ്പിച്ചു, പുതിയൊരു യുഗം ആരംഭിക്കുന്നു, അത് നോഹിൽ ആരംഭിക്കും. അപ്പം അതുകൊണ്ട് ഒരു 2 യുഗം എന്ന രീതിയിലാണ്. അപ്പം ഇവിടെ വാസ്തവത്തിൽ അവരുടെ ചരിത്രം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. അതായത് ജീവിതത്തിൽ അവരുടെ ചരിത്രത്തിൽ സംഭവിച്ച ബാബിലോൺ അടിമത്തം പോലെയുള്ള ഭയങ്കരമായ നാശം, മുഴുവൻ ബാബിലോണക്കാർ വന്ന് തകർത്ത് തരിപ്പണമാക്കി എല്ലാത്തിനെയും പെട്ടുകെട്ടി കൊണ്ടുപോയ ചരിത്രത്തിൻ്റെ പ്രതിഫലനമാണ് വിശുദ്ധഗ്രന്ഥകാരൻ ഇവിടെ അന്ന് നിലനിന്നിരുന്ന ഐതിഹാസങ്ങളിൽ ചിലതൊക്കെ എടുത്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് സത്യങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അന്ന് ഒരുപാട് ഇതിഹാസങ്ങളുണ്ട്. എല്ലാ പ്രളയകഥകളിൽ എല്ലാ വിവിധ മതസംസ്കാരങ്ങളും അന്ന് നിലനിന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ അതിൻ്റെതായ വ്യത്യസ്തമായ രീതിയുണ്ട്. വേദപുസ്തകം എടുത്ത് പറയുമ്പോൾ അതിനകത്ത് അത്യാവശ്യമായ എടുത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രളയത്തിൻ്റെ കാരണം അല്ലെങ്കിൽ പ്രളയം അയക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവങ്ങൾ തമ്മിൽ അസൂയയുടെ ഫലമായിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ പ്രളയത്തോടും ബലിയർപ്പണത്തോടും ദൈവത്തിൻ്റെ പ്രതികരണം. അപ്പം അങ്ങനെയുള്ള ഇതിഹാസങ്ങളെ എടുത്തിട്ട് വളരെ വ്യത്യസ്തതയോടുകൂടി ഇത് ആവിഷ്കരിക്കുന്നത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ എടുത്ത് പ്രതിഫലിപ്പിക്കുന്ന ഗിൽഗമേഷ് എപ്പിക് എന്ന് പറയുന്ന ഒരു ഇതിഹാസമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ ഈ ഘടനയുടെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കണമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു വലിയ ജലപ്രളയത്തെക്കുറിച്ച് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യമാണ് ഗിൽഗമേഷ് എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പരിചിതമായിരുന്നാൽ ഈ എഴുതിയ വിശുദ്ധഗ്രന്ഥന്മാർക്ക് അത് പരിചിതമാണ്, ജനങ്ങൾക്കും പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് പരിചിതമായ ഗ്രന്ഥന്മാരെ സംബന്ധിച്ച് മാവേലി വാണം നാടിനും കാലം എന്നൊക്കെ പറയുന്ന ആ ഓണത്തിൻ്റെ പിമ്പിൽ ഐതിഹ്യം നമുക്കെല്ലാം പരിചിതമല്ലേ. അപ്പം അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മനുഷ്യൻ്റെ ഒരു വലിയ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച്, സുന്ദരമായ സങ്കല്പത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നിലനിന്നിരുന്ന സാഹചര്യങ്ങളിലെ ഐതിഹ്യങ്ങൾ എടുത്ത് ഉപയോഗിച്ചു. അതുകൊണ്ട് ഇതെല്ലാം കെട്ടുകഥയാണ്, ഐതിഹ്യമാണെന്ന് പറയാൻ ഒരിക്കലും ഇടയാവരുത്. അപ്പോൾ അതുകൊണ്ട് ഈ കാരുണികൻ, ഈ കരുണാമന ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സൃഷ്ടികളെയും ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊന്നെന്നൊക്കെ ചോദ്യമൊക്കെ അപ്രസക്ത. കാരണം എല്ലാവരെയും കൊന്നില്ല, ശിക്ഷ നീതിപൂർവമായി നിർവഹിച്ചെങ്കിൽ അവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ല, രക്ഷയുടെ വഴിയായിട്ട് നോഹ് എന്നൊരു വ്യക്തി അവശേഷിപ്പിച്ചു. അതാണ് സാൽവേഷൻ ഓഫ് ദ റെമനന്റ് എന്ന് പറയും.
ദൈവത്തിൻ്റെ നീതി പ്രവർത്തനമാണെങ്കിലും അവിടെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ദൈവമല്ല ഇവിടെ. ഹൃദയവേദനയുള്ള ഒരു അപ്പനെ അവിടെ കാണുന്നത്. അപ്പോൾ അവന് എന്തുകൊണ്ടാണ് ആ വിധത്തിൽ ആവർത്തനം ഇങ്ങനെ വന്നിരിക്കും? ഇപ്പം മനസ്സിലായില്ലേ? ഈ വിവരണമൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പം എടുത്ത് വല്ലയിടത്തുമൊക്കെ ഇങ്ങനെ യുക്തിവാദമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആവർത്തനങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവർത്തനങ്ങൾ, എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തത ആയില്ല. ഇപ്പം രണ്ട് പാരമ്പര്യങ്ങൾ അത് ഒന്നിച്ച് ചേർത്ത് വെക്കില്ല, അത് ഒന്നിച്ച് ഒന്നൊന്ന് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക, പാരലായിട്ട് വെച്ചിരിക്കും, കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞതിന് നേരെ വ്യത്യസ്തമായ മറ്റൊന്ന് പറഞ്ഞതെന്ന് വേണം. ജലപ്രളയത്തിൻ്റെ കാലദൈർഘ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പാരമ്പര്യം ഒന്ന് ചേരുമ്പോൾ വ്യത്യസ്തത കാണുന്നു. പ്രമേയം ഒന്ന് തന്നെയാണ്. ദുഷ്ടത വർദ്ധിപ്പിച്ചപ്പോൾ, ദുഷ്ടത പെരുകിയപ്പോൾ ദൈവം ശിക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ഈ ഓരോ 2 തവണയാണ് ഈ അധ്യായങ്ങൾ കാണുന്ന അതായത് പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അവലോകനം 6:5 തൊട്ട് 6:12 വരെ വാക്യങ്ങൾ കാണുന്നുണ്ട്. 6:5 തൊട്ട് 4 വരെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പാപത്തെക്കുറിച്ച് അവലോകനം അവിടെ കാണുന്നു. പിന്നെ ശിക്ഷിക്കാനുള്ള ദൈവത്തിന് തീരുമാനം 6:7 തൊട്ട് 6:13 വരെ ദൈവത്തിന് തീരുമാനമാണ്. ഞാൻ നിന്നെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന പറയുന്ന ദൈവത്തിന് തീരുമാനമാണ് അവിടെ പറയുന്നത്. പിന്നെ അത് മുൻകൂട്ടി പ്രളയത്തൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് 6:17 തൊട്ട് 7:4 വാക്യങ്ങളിലും. അതുകൊണ്ട് നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നു, പെട്ടകത്തിൽ കയറാൻ പറയുന്നു 6:18 തൊട്ട് 7:11 വരെ. അതോടൊപ്പം തന്നെ അനുസരിക്കുന്ന ഒരു നോഹ. ദുഷ്ടത പെരുകിയപ്പോൾ ദുഷ്ടന്മാരിൽ നിന്നും വ്യത്യസ്തനായി അനുസരിക്കുന്ന ഒരു നോഹ അവിടെ കാണാൻ പറ്റുന്നുണ്ട് 6:22 തൊട്ട് 7:4 വരെ. പിന്നെ അതോട് ചേർന്ന് സകല ജീവജാലങ്ങൾ നശിക്കുന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം ജീവജാലങ്ങളും അനുഭവിക്കുന്നു. അങ്ങനെയാണല്ലോ പരിസ്ഥിതി നശിക്കുന്നത്. എങ്ങനെയാണ്? മനുഷ്യൻ്റെ പാപം മൂലമല്ലേ. അതോട് ചേർന്ന് മൃഗങ്ങളും ആ വിധത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുന്നു 7:21 തൊട്ട് 7:22, 25 വരെ വാക്യങ്ങളിൽ. അപ്പോൾ ഇനി ഒരിക്കലും അതേസമയത്ത് കാരുണ്യവാന ദൈവം ഇനി ഒരിക്കലും ഞാൻ പ്രളയം നശിപ്പിക്കുകയില്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്, ഞാൻ നശിപ്പിക്കുകയില്ലെന്ന് വാഗ്ദാനം 8:21 തൊട്ട് 9:11. ഇതാണ് വാസ്തവത്തിൽ ജലപ്രളയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വളരെ വാസ്തവത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ച് അതിന് ബാക്ക്ഗ്രൗണ്ട് അറിയാമെങ്കിൽ നമുക്ക് സങ്കടം വരും. കാരണം ദൈവത്തിൻ്റെ ഹൃദയമാണ് പ്രതിഫലിക്കുന്നത്. അവിടെ പരസ്പര വിരുദ്ധങ്ങൾ കണ്ടെന്നിരിക്കും. ഉദാഹരണം പറഞ്ഞ പെട്ടകത്തിൽ കയറിയ മൃഗങ്ങളുടെ എണ്ണം 2 പാരമ്പര്യങ്ങൾ 2 വിധത്തിലാണ്. അതുകൊണ്ട് 2 വിധത്തിൽ ഇവിടെയുണ്ട്. 6:19 തൊട്ട് 29 വരെ ഒരു വിധത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനെ വ്യത്യസ്തമായി 7:2 തൊട്ട് 3 വരെ വ്യത്യസ്തമായി വേറെ എടുത്ത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രളയം ഉണ്ടായതിൻ്റെ പ്രത്യേകിച്ചുള്ള പ്രളയം ഉണ്ടായതിൻ്റെ കാരണം ഫലങ്ങളുമൊക്കെ 77 അധ്യായം 4:17 പറയുന്നു. അതേസമയത്ത് വ്യത്യസ്തമായി 8:2 പറയും. അപ്പോൾ പ്രളയത്തിൻ്റെ ദൈർഘ്യം 7:4 അല്ലെങ്കിൽ 7:12 ഒക്കെ പറയുന്നത് വ്യത്യസ്തമായി 7:24. ഇപ്പോൾ ഈ വ്യത്യസ്തതയെ സൂചിപ്പിക്കും. നിങ്ങൾ കൃത്യമായി നോക്കേണ്ട കാര്യമില്ല. വായിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുള്ളതെന്ന് എനിക്ക് അന്നേരം മനസ്സിൽ കരുതിയാൽ മതി. 2 പാരമ്പര്യം, പുരോഹിത പാരമ്പര്യവും യഹോവ പാരമ്പര്യം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് പിന്നെ കല്ലുകടി ഉണ്ടാവില്ല. അതുകൊണ്ട് പണ്ട് ഇതിനു മുമ്പ് ആ വിവരണങ്ങളൊക്കെ യാവസ്റ്റ് പുരോഹിത രചനകൾ അത് യോജിച്ച് ഒറ്റ ആയിട്ട് വെച്ചിരുന്നുവെങ്കിൽ ഇത് ഇവിടെ വെവ്വേറെ വെച്ചിരിക്കുക, വെവ്വേറെ 2 ഭാഗങ്ങൾ വെവ്വേറെ എടുത്ത് കാണിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് തീരുമാനമാണ് നടപ്പാക്കുന്ന വിവരണവും കാര്യങ്ങളൊക്കെ. 5 ഭാഗങ്ങളുണ്ട് ഈ വിവരണത്തിനകത്ത് നടപ്പാക്കുന്നതിനായിട്ട്. ഒന്ന്, ദൈവം നശിപ്പിക്കാനുള്ള തീരുമാനം 6:5 തൊട്ട് 13 വാക്യങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാനുള്ള തീരുമാനം. 2, സംരക്ഷിക്കാൻ ഒരു ഉപാധി, അതാണ് പെട്ടകം. അതൊക്കെ വളരെ നമുക്ക് ഭാവിയിൽ പിന്നീട് നമുക്കറിയാം. പെട്ടകം സഭയെ സൂചിപ്പിക്കുന്നതൊക്കെ ശാസ്ത്രന്മാർ പിന്നീട് പറയും. അതായത് പാപം മൂലം ഭയങ്കരമായ ഇരുണ്ട് നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നടുവിലൂടെ ദൈവം നയിക്കുന്ന ഒരു പെട്ടകം, അതാണ് സഭ എന്ന് പറയുന്നു ദൈവശാസ്ത്രന്മാർ. പിന്നെ ആ പ്രളയവും നാശവും 7:1 തൊട്ട് 24 വരെയും, പിന്നെ പ്രളയത്തിന് അന്ത്യം 8:1 തൊട്ട് 9 വരെ, പിന്നെ ആ അന്ത്യത്തിൽ തന്നെ വീണ്ടും പരിപാലിക്കാനുള്ള തീരുമാനം 8:20 തൊട്ട് 9 വരെ. ഇനി ഞാൻ നശിപ്പിക്കുകയില്ല എന്നതിൻ്റെ അടയാളങ്ങൾ കൊടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനത്തെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാം. അതായത് 6:5 തൊട്ട് 13 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. കണ്ടോ? ദുഷ്ടതയാണ് പ്രശ്നം. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. കർത്താവിന് വേദനയുണ്ട്. അതൊക്കെ ഓസി പ്രവാചകനൊക്കെ പറയുന്ന നമ്മൾ എടുത്ത് കാണും.
കർത്താവ് ദുഃഖിച്ചു, പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവശേഷമാക്കും. പാപത്തിൻ്റെ ഫലമാണ് ഇവരും കൂടി അനുഭവിക്കേണ്ടി വരുന്നത്. അവയെ സൃഷ്ടിച്ചത് ഞാൻ ദുഃഖിക്കുന്നു. നോക്കുക, അവിടെ പറഞ്ഞു ചെയ്യാണ്, സൃഷ്ടിച്ച ദൈവം ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിപാത്രമായി. ഇപ്പം നോഹ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അതിനിടയിലൂടെ. അപ്പം അതുകൊണ്ട് ലോകത്തിൽ തിന്മ വരുമ്പം നിരാശപ്പെടേണ്ട. തിന്മയുടെ കൂടെ തന്നെ ദൈവം തമ്പുരാൻ നന്മയെ വളർത്തിക്കൊണ്ട്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയല്ലേ. തിന്മയുടെ കൂടെ തന്നെ നന്മയെ വളർത്തിക്കൊണ്ട് വരും. അപ്പം അതുകൊണ്ട് മുഴുവൻ തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസാന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അത് ഇതിഹാസങ്ങളിൽ അങ്ങനെ അസൂയ, അല്ലെങ്കിൽ ദേവന്മാരുടെ അസൂയ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പരസ്പരം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആകസ്മികമായിട്ടുണ്ടായ ഒരു പ്രളയമായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ. ദൈവത്തിൻ്റെ തീരുമാനം അവരുടെ ജീവിത രീതിയുടെ ശക്തമായ തിരിച്ചറിയും പ്രതിഫലനമാണ്. അപ്പോൾ ആ പാപത്തിനുള്ള ശിക്ഷയായിട്ട് അടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് അനുദപിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മനുഷ്യനെ പരിധി വിട്ട തിന്മയെ അങ്ങ് വർഷിച്ചു. അതാണ് അതിൻ്റെ ഒരു ചിത്രം. അതേസമയത്ത് ദൈവത്തിൻ്റെ പ്രതികരണമാണ് വിവരിക്കുന്നത്. ഞാൻ അവനെ ഉന്മൂലനം ചെയ്യും. ഹൃദയം, ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു. അപ്പോൾ വികാരങ്ങളുടെ മാത്രമല്ല അടിസ്ഥാനമായി ഹൃദയം നിൽക്കുന്ന ചിന്തയുടെയും തീരുമാനങ്ങളുടെയും ഉറവിടം തന്നെ ഹൃദയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു, ഇവിടെ ഹൃദയം വഴിതെറ്റിപ്പോയി. അപ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടത പാരമ്യത്തിലെത്തി. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ മാനുഷിക വികാരങ്ങൾ ആരോപിക്കുക യഹോവ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ദുഷ്ടത നിറഞ്ഞ മനുഷ്യ ഹൃദയം, ദുഃഖപൂരിതമായ ദൈവഹൃദയം, രണ്ടുണ്ടല്ലേ, കണ്ടില്ലേ? ദുഷ്ടത നിറഞ്ഞ മനുഷ്യ ഹൃദയം, ദുഃഖം നിറഞ്ഞ ദൈവഹൃദയം. ഇതാണ് പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കർത്താവ് പരിതപിച്ചു, ദുഃഖം കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, കർത്താവ് പരിതപിച്ചു. 2, അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. 3, ഞാൻ ദുഃഖിക്കുന്നു. കണ്ടില്ലേ, 3 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നന്ദിഹീനമായ ഒരു മക്കളുടെ പ്രവൃത്തിയിൽ വേദനിക്കുന്ന വാത്സല്യനിധിയായ ഒരു പിതാവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഇത് പ്രവചനങ്ങൾക്ക് തന്നെയുള്ള ആ പ്രതിഫലിക്കുന്ന ഒരു ഭാഗം തന്നെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ആദിമ ചരിത്രത്തിന് രൂപീകരണത്തിൽ എപ്പോഴും നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. സൃഷ്ടിയുടെ കർമ്മത്തിൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ മരുഭൂമിയിൽ വെച്ച് രൂപീകരിച്ചതുപോലെയാണ് മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തു എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ചരിത്രം അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കാര്യം ഓർക്കണം. ഇവിടെ ഹോസി പ്രവാചകൻ 11 അധ്യായം 7 തൊട്ട് 10 വരെ വാക്യങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചു നോക്കിയേ. ഹോസി പ്രവാചകൻ 11 അധ്യായം 7 തൊട്ട് 10 വരെ വാക്യങ്ങൾ. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു. ഹൃദയവേദനയാ പിതാവിൻ്റെ. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു. അതുകൊണ്ട് അവർ സ്വയം മുഖം ധരിച്ചിരിക്കുന്നു. അവർ തന്നെ വലിച്ചു വച്ചിരിക്കുക മുഖം. എന്നിൽ നിന്ന് വിട്ടാൽ തന്നെ എന്നാ കുഴപ്പം? പാപത്തിൻ്റെ മുഖം തലയിൽ കയറിയിരിക്കും. ആരും അതെടുത്ത് മാറ്റുകയില്ല. എഫ്രയീം എന്നിട്ട് വിളിക്കുക, കരുണാവത്സലനായ ദൈവം വിളിക്കുക, എഫ്രയീം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ടോ? എങ്ങനെ ഉപേക്ഷിക്കും? എങ്ങനെ ഞാൻ കൈവിടും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കിയില്ല. എഫ്രൈമിനെ വീണ്ടും ഞാൻ ഇനി നശിപ്പിക്കില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ചരിത്രാനുഭവമാണ് ഇതിൻ്റെ പിമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുകയാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വിവരണം കാണുമ്പോൾ നമുക്കിതൊക്കെ കെട്ടുകഥയാണെന്നൊന്നും തോന്നുന്നില്ല. ചരിത്രത്തിൽ ഊന്നി നിൽക്കുന്ന സത്യങ്ങളും സന്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ളത് മനസ്സിലാവും. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 6 അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ നോക്കുക. മിക്ക പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. എൻ്റെ ജനമേ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തു? ദൈവം ചോദിക്കുക, എൻ്റെ ജനമേ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തു? എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി? നിങ്ങൾ തന്നെ ഉത്തരം പറയുവേൻ. നിങ്ങളെ ഞാൻ എന്തെല്ലാം ചെയ്തു?
ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു, നിങ്ങളെ ഞാൻ വീണ്ടെടുത്തു, നിങ്ങൾക്ക് ഞാൻ മോശയും അഹ്റോനെയും ഒക്കെ മിറിയാമിനെ ഒക്കെ അയച്ചു. അതുപോലെ ബാലാലിൻ്റെ ആ മന്ത്രവാദമായ ബാലാലിനെ കൊണ്ട് ഞാൻ തിരിച്ചു പറയിപ്പിച്ചു. ഇതെല്ലാം ചെയ്തില്ലേ ഞാൻ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ? എന്നിട്ട് നിങ്ങൾ അകന്നു പോകുന്നു. മിഖാപ്രവാദികളുടെ ദൈവം വിലപിക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ പ്രേമത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ഈ വാത്സല്യമായ പിതാവിൻ്റെ ഹൃദയവേദനയല്ലേ മുടിയനായ പുത്രൻ്റെ കഥയിൽ ലൂക്കാസ് സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നത്. അതുതന്നെയല്ലേ കർത്താവ് പറയുന്ന ഞാൻ 99 മാറ്റി നിർത്തിയിട്ട് കാണാതെ ഒരാടിൻ്റെ പുറകെ പോകുമെന്ന് പറയുന്നത്. പ്രവാചകങ്ങൾ പറഞ്ഞില്ലേ, അവൻ കുഞ്ഞാടുകളെ കയ്യിലെടുത്ത് ചങ്കോട് ചേർത്ത് പിടിക്കാൻ തള്ളിയാടുകളെ സാവധാനം നടത്തി നല്ല ഇടയൻ ദൈവം തന്നെ എന്ന് പറയുന്നില്ലേ അവിടെയൊക്കെ. എസെക്കിയാൽ പുസ്തകത്തിന് 34 അധ്യായം മുതൽ അത് തന്നെയല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ ശിക്ഷയല്ല അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം, വേദനിക്കുന്ന പിതൃഹൃദയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെയല്ലേ ഗെത്സമേനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈശോ അവിടെ നിന്ന് രക്തം ഉയർത്തുന്ന പറയുന്നത് എന്താണ്? ആ വേദന എന്താണ്? നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത, നമ്മുടെ പാപത്തിന്റെ ക്രൂരത, അതിന്റെ ആധിക്യം. ഇതിന്റെ കുരിശിലെ ബലിയായിട്ട് സമക്താനി ദൈവം നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ നിലവിളിച്ചത് കണ്ടില്ലേ? അവസാനത്തെ ദൈവത്തെ തിരസ്കരിച്ചത് മനുഷ്യന്റെ തിരസ്കാരത്തിന് ആ തിരസ്കാരം ഏറ്റുവാങ്ങുന്നതാണ് കർത്താവ്. ആ ഓർത്ത് നോക്കിക്കേ, കർത്താവ് ജീവിതത്തിലേക്ക് നോക്കിയേ, തിരസ്കാരം എന്ന് പറയുന്ന അത്യവസാനമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ മനുഷ്യൻ തിരസ്കരിച്ചപ്പോൾ ആ തിരസ്കാരം മുഴുവൻ ഏറ്റുവാങ്ങാൻ വേണ്ടി തൻ്റെ ഏകജാതനെ പിതാവ് പറഞ്ഞയച്ചു. എവിടെ കൊണ്ടാണ് തിരസ്കരിച്ച്? ജന്മം കൊണ്ട് തിരസ്കരിച്ചില്ലേ? കർത്താവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട് ആ നിമിഷം തൊട്ട് തന്നെ തിരസ്കരിച്ചില്ലേ? യോസേപ്പ് പിതാവ് ആദ്യം വീണ്ടും മനസ്സാന്തരപ്പെട്ടെങ്കിലും തിരസ്കാരമല്ലേ? അകത്ത് കിടക്കുന്ന കുഞ്ഞിന് തിരസ്കാരമല്ലേ അനുഭവപ്പെട്ടെ? എന്നിട്ട് ആ കുഞ്ഞിനോട് ജനിക്കാൻ പറ്റിയോ? ജനിച്ച സ്ഥലം എവിടെ ഇടയില്ലെന്നേ സത്രത്തിൽ. അങ്ങനെ വന്നില്ലേ അവിടെ? തിരസ്കാരം അനുഭവപ്പെട്ടില്ലേ അവിടെ? അപ്പൊ ദൈവത്തെ തിരസ്കരിച്ചില്ലേ? അതുകൊണ്ട് ഒന്ന് തുറക്കാൻ ഇടം കിട്ടിയില്ല. എവിടെയാണ് ഇടം കിട്ടിയത്? കന്നുകാലിക്കൂട്ടിലല്ലേ കിട്ടിയത്? എന്തൊരു തിരസ്കാരത്തിന്റെ മൂർധന്യമല്ലേ? എന്നിട്ടോ ജനിച്ച നാട്ടിൽ വളരാൻ പറ്റിയോ? ഉടനെ കൽപ്പന വന്നില്ല, എടുത്തോണ്ട് പൊക്കോളാൻ. എവിടെ? ഈജിപ്തിലേക്ക്. അവളോട് തിരിച്ചങ്ങ് വന്നിട്ട് ഒരു അവസാന തിരസ്കാരമല്ലേ? നസറത്തിൽ സ്വന്തം ജനങ്ങളാ തിരസ്കരിക്കപ്പെട്ടു. അവസാനത്തെ തിരസ്കാരത്തിന്റെ മുറവിളിയാണ് കേൾക്കുന്നത്. മനുഷ്യ പാപത്തിന് പരിഹാരമായി, ദൈവത്തെ തിരസ്കരിച്ചതിന് പരിഹാരമായി ദൈവത്തിന്റെ പുത്രൻ തിരസ്കാരം ഏറ്റുവാങ്ങുന്ന അവിടെയെങ്കിൽ അത് ദൈവത്തിന്റെ നീതി ഒരേ സമയത്ത്, ദൈവത്തിന്റെ കരുണ മറുഭാഗത്ത്. അപ്പൊ ദൈവത്തിന്റെ നീതിയും കരുണയും, ദൈവത്തിന് തീവ്രമായ ദുഃഖവും അതോടൊപ്പം തന്നെ ശിക്ഷിക്കാനുള്ള തീരുമാനം, ഭൂമത്ത് ഞാൻ തുടച്ചു മാറ്റുന്ന ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ട് നിരാശയിൽ പെടണ്ട എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. അതായത് ഇതൊക്കെയാണെങ്കിൽ ശരി, നിരാശപ്പെടരുത്, ഞാൻ നോഹ അയക്കുകയാണ്, ആശ്വാസപ്രദന. അപ്പൊ നോഹ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. ശിക്ഷ അപ്പോൾ അയക്കുമ്പോഴും സൃഷ്ടിയെ പരിപാലിക്കുന്ന ദൈവം. അപ്പൊ നിലനിൽപ്പിനായ ഒരു വ്യക്തിയെ കാത്തു. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട എന്താ? പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചാൽ ദൈവം ദുഃഖിക്കാൻ ഇടവരുമോ? പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിനിടയിലൂടെ എത്രയോ നല്ല ജീവിതങ്ങൾ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നത് കണ്ടില്ലേ? അതുകൊണ്ടല്ല ഈ പ്രപഞ്ചം നിൽക്കുന്ന ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം ഇപ്പൊ ഈയിടെ നമ്മൾ കേട്ടില്ലേ മനോഹരമായ ഒരു സംഭവം, മനോഹരമല്ല വേദനാജനകമായ ഒരു സംഭവം. സിസ്റ്റർ സോണിയ, നിർമ്മലയായ, നിഷ്കളങ്കയായ, പരിശുദ്ധിയായ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രീതിഭാജനമായിരുന്ന ആ സിസ്റ്റർ പോയി പ്രാർത്ഥിക്കാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടി ഇടിച്ചു, അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് ആ സിസ്റ്ററിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ചാപ്പലിൽ ഇരുന്നപ്പം മറ്റൊരു സിസ്റ്റർ വിളിച്ചപ്പോൾ ആ സിസ്റ്റർ പറയുക, അല്പനേരം കൂടി ഞാൻ ഈശോയോട് കൂടി ഇരിക്കട്ടെ എന്നാ ചോദിച്ചത്. അല്പനേരം കൂടി ഞാൻ ഈശോയോട് കൂടി ഇരിക്കട്ടെ. ഈ സന്യാസത്തെയും ഒക്കെ അവഹേളിച്ച് കളിയാക്കി നടക്കുന്നവരെ ഈ കാണുന്ന ഈ ജീവിതങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അല്പനേരം കൂടി ഞാൻ ഈശോയോട് കൂടി ഇരിക്കട്ടെ. നിഷ്കളങ്കയായ കൊച്ചിൻ്റെ അതിൻ്റെ മൃതസംസ്കാരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? കണ്ണീര് കരഞ്ഞ് നമ്മൾ പോലും കരഞ്ഞു പോയിപ്പോ. കാരണം അത്രയ്ക്ക് ഹൃദയഭേദമായ കാര്യം ആ കൊച്ച് പറഞ്ഞതാണ്. അതായത് അല്പനേരം കൂടി ഞാൻ ഈശോയുടെ കൂടി ഇരിക്കട്ടെ. എന്നിട്ട് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോയുടെ സ്നേഹാനുഭവം അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിറകുംഭമായിരുന്നു അത്. ആ കുട്ടിയെക്കുറിച്ച്, ആ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ കേട്ടില്ലേ? അപ്പം നമ്മുടെ ചുറ്റുപാടുകളിലെ ഈ കാണുന്ന തിന്മ മാത്രമൊന്നുമല്ല, ഇത്തരത്തിലുള്ള നന്മയുടെ പൂർണ്ണതകൾ കൂടെ ഉണ്ട് ദൈവം തന്നിരിക്കുന്നത്.
അപ്പം അത് നമ്മുടെ മനസ്സിൽ പതിയണം. എന്നിട്ട് നമ്മൾ ആ പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണം. അല്ലാതെ എവിടെ തിന്മയുണ്ടെന്ന് അത് ചകഞ്ഞെടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് ലോകം മുന്നേ എല്ലാവരെയും അറിയിച്ചതിന് ശേഷം ഇവിടെ മുഴുവൻ തിന്മയാണ് എന്ന് വിളിച്ചു. എല്ലാ തലങ്ങളിലും സഭയുടെ അടിത്തറകളിൽ എവിടെയാണ് ഒന്നോ രണ്ടോ പേരുടെ വീഴ്ച എടുത്ത് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് എല്ലാം ഇവിടെ മുഴുവൻ അടിത്തറ ഇളയിരിക്കുക എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോഴേ അത് മനസ്സിൽ കരുതണം. അതല്ല സഭയെന്ന് പറയും. സഭ ഇതുപോലെയുള്ള ദൈവത്തിന് സമർപ്പിച്ച നിഷ്കളങ്കതയുടെ പൂർണ്ണതയായ പരിശുദ്ധിയുടെ നിറകുടങ്ങളായ ജീവിതങ്ങളുണ്ട് എന്ന കാര്യത്തേക്ക് ഒരു സംശയവും വേണ്ട. അതാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. എന്തുമാത്രമാണ് ഈ സഭയ്ക്കെതിരെയുള്ള നീക്കങ്ങളിൽ അടിത്തറ ഇളക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസവും വൈദിക ജീവിതവും നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിനെ ഇളക്കി നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന തിന്മയുടെ ശക്തികളായി പ്രവർത്തിക്കുന്നതൊക്കെ അവർ പ്രവർത്തിച്ചോട്ടെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെൽക്കം ചെയ്യണം. അവർ അതിൻ്റെ രീതിയിലങ്ങ് പ്രവർത്തിച്ചു പോകട്ടെ. പക്ഷേ ഇവരെ അതിൻ്റെ റിസർവ് നന്മയുടെ പക്ഷത്തെ ഉറപ്പിച്ച് നിൽക്കാൻ നമ്മൾ ചെയ്യണം. അത് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അല്ല ഇതൊക്കെ കേട്ടിട്ട് നിർവീര്യമായി മനസ്സിൻ്റെ ഒരു ശക്തിയും ക്ഷയിച്ച ആപ്പാടെ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്നു, കുറ്റക്കാരാക്കുന്നു. അതിനൊന്നും അങ്ങനെയല്ലല്ലോ. എത്രയോ മനോഹരമായ ജീവിതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമുക്ക് അങ്ങനെ ആരുടെ കൂടെ നിൽക്കുന്നു ആയിത്തീരും നമ്മൾ എവിടെ നിൽക്കുന്നു അതായിത്തീരും. അപ്പം നമ്മൾ അടുത്ത ഹൃദയം അടുപ്പ് ആരോട് കാണിക്കും അതനുസരിച്ച് നമ്മൾ രൂപാന്തരം ചെയ്യണം വരും. അതുകൊണ്ട് ഈ തിന്മയുടെ ശക്തിയോടല്ല നമ്മൾ രൂപാന്തരപ്പെടേണ്ടത്. അത് കേൾക്കാനും കാണാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ട്. കാണില്ല ഇങ്ങനെയുള്ള ഈ വീഡിയോകൾ ഇട്ട് കഴിയുമ്പോൾ വളരെ മോശമായിട്ട് കത്തോലിക്ക വൈദികനെയും പിന്നെ കുമ്പസാരത്തെയും ഒക്കെ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു കമൻറ്റുകളാണ് തുടർച്ചയായിട്ട് അങ്ങ് വന്നിരിക്കുക. കാരണം ഇങ്ങനെയുള്ള സമാനമായ ആൾക്കാർ ചിന്തകളോടുണ്ടെന്നേ അതവരുടെ സ്വാതന്ത്ര്യം. അത് കണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്. അതിന് ഹൃദയത്തെ പൗത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. അത് നമ്മൾ വിശ്വസിക്കണം, അത് നമ്മൾ അനുഭവിക്കണം, അതിലൂടെ ചേർന്ന് നിൽക്കണം. നമ്മൾ അതേ സമയത്ത് നമ്മൾ അത് നീതീകരിക്കാൻ പോകണ്ട, ആരെയും നീതീകരിക്കാൻ പോകണ്ട. ഉണ്ടെന്നേ ഈ കുറവുകളൊക്കെ ഞങ്ങളിലുണ്ടെന്നേ, ഞങ്ങൾ ഭാവിയിലാണെന്നേ, ബലഹീനരാണെന്നേ, ഞങ്ങളെല്ലാം ഒന്നും നീതീകരിക്കാൻ വരുന്നില്ല. ഞങ്ങൾ എന്തായിരിക്കുന്നത് ദൈവകൃപയാണ്. തമ്പുരാന്റെ കൃപ പ്രവർത്തിക്കുന്നതോളം ഞങ്ങൾ നന്മയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അല്ല ഞങ്ങൾക്ക് ഇതൊന്നും എതിര് പറയാനൊന്നുമില്ല. പക്ഷേ ഇവിടെ കരുത്തൊറ്റ ഒരു സാന്നിധ്യമുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം. അതാർക്കും തള്ളിക്കളയാനോ തട്ടിമറിച്ചിടാനോ ഒന്നും പറ്റില്ല. അതിങ്ങനെ സഭയെ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്നു 6 അധ്യായത്തിന് 9 തൊട്ട് 13 വാക്യങ്ങളിൽ. അത് പുരോഹിത പാരമ്പര്യത്തിൽ വരുന്നതാണ്. ഇതാണ് നോഹയുടെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് വംശാവലി. ഇപ്പം നമുക്ക് വീണ്ടും കണ്ടില്ലേ വംശാവലി വന്നിരിക്കും. നേരത്തെ ഒരു വംശാവലി പറഞ്ഞ 5 അധ്യായം മുഴുവൻ വംശാവലിയെ പറഞ്ഞു. അത് യഹോവ പാരമ്പര്യം. ഇവിടെ കണ്ടില്ലേ പുരോഹിത പാരമ്പര്യത്തിൽ വീണ്ടും ഒരു വംശാവലിയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കിയാൽ പുതുതായിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ആവർത്തനമുള്ള എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങൾ ചേരുന്നതാണെന്ന് പറയാൻ കാരണം ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. അതാണ് നോഹയുടെ പ്രത്യേകത. ആരുടെ മാർഗത്തിലാണ് നടക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത്. തമ്പുരാനെ നമ്മൾ ആരുടെ മാർഗം നടക്കുന്നത്? 2-3 വ്യത്യസ്ത മാർഗങ്ങൾ വേദപുസ്തകത്തിൽ കാണിക്കുന്നു. ഒന്ന് കായൻ്റെ മാർഗമാണ്. കായൻ്റെ മാർഗത്തിലാണ് നടക്കുന്നത്. കായൻ്റെ പ്രസിഡന്റായിരുന്നു അസൂയ മൂത്ത ചെന്ന് അവസാനിച്ചത് എവിടെയാണ്? കൊലപാതകത്തിൽ. നമ്മൾ കൊലപാതകം ചെയ്യുന്നില്ലെങ്കിലും ഈ അസൂയ നമ്മുടെ ഉള്ളിലില്ലേ? അത് കായൻ്റെ മാർഗം എന്ന് ഓർക്കണം. അസൂയ അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയുടെ വികാരമാണെങ്കിൽ നന്മയ്ക്കാം. അതായത് നമുക്ക് ഉൽപ്പതിഷ്ണത്വം ഉണ്ടാകുന്ന, നമുക്ക് വളരണം എന്നുള്ള ചിന്ത തരുന്നതാണ് നോർമലി അതിൻ്റെ പോസിറ്റീവായിട്ട് വശം. അതേ സമയത്ത് ഞാൻ മറ്റുള്ളവനെ വളരാൻ അനുവദിക്കില്ലെന്ന്, എന്നേക്കാൾ വലുതായിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, അവനെ ഞാൻ കാലെ പിടിച്ച് വലിക്കും, അവനെ ഇടിച്ച് തകർക്കും, ആ രീതിയിൽ പോകുന്ന അസൂയ അത് വാസ്തവത്തിൽ അത് കായൻ്റെ മാർഗമാണ്, കായൻ്റെ വഴിയാണ്. അത് നമുക്ക് വേണ്ട. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് കോറാഹിൻ്റെ വഴിയാണ്. ഞാൻ എടുത്ത സൂചിപ്പില്ല. കോറാഹ് ആരാണ്? കോറാഹ് എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥമായ നീതമായ അഭിഷിക്തമായ നേതൃത്വത്തിനെതിരെ ബഹളം വെച്ചുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ആൾ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നാം കാണുന്നുണ്ട്. കോറാഹ് ആളുകളെ കൂട്ടി സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ മോശ എന്ന് പറയുന്ന ഇയാൾക്ക് മാത്രമേ അധികാരമുള്ളൂ, നമുക്കും അധികാരമില്ലേ, നമ്മൾ ദൈവത്തിന് ജനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി മോശയ്ക്കെതിരായിട്ട് നീങ്ങി. അവസാനം എന്നാ സംഭവിച്ചത്? ഭൂമി വാർന്ന് അവരെ വിഴുങ്ങി എന്ന് എഴുതിയിരിക്കുക. അപ്പോൾ ഈ അഭിഷിക്തർക്കെതിരായിട്ടൊക്കെ നീങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അനുഭവത്തോടെ മനസ്സിലാക്കിയാൽ മതി. അതായത് ദൈവത്തിൻ്റെ നീതമായ അധികാരങ്ങളെ അനുസരിക്കാൻ നമുക്ക് ചുമതലയുണ്ട്, കടമയാണ്. നീതമായ അവിടെയൊക്കെ നമ്മളെ സ്വാതന്ത്ര്യമൊന്നുമല്ല, അനുസരണക്കാരെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശനമൊന്നുമല്ല, ആവിഷ്കാരത്തിന് പ്രകാശനമൊന്നുമല്ല, അത് ധിക്കാരവും അഹങ്കാരവുമാണ്. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയ സംവിധാനങ്ങളുടെ നീതമായ അധികാരത്തെ
അനുസരിക്കുന്നത് മഹത്വമാണ് എന്ന് മനസ്സിലാക്കണം. അനുസരിക്കുന്നതിലൂടെ മഹത്വം കൈവരിക, അല്ലാതെ നമ്മൾ തകരുകയല്ല തളരുകയല്ല. നമ്മൾ ഈഗോ ഒന്ന് കീഴോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നത് നമുക്ക് നന്മയുണ്ടാകും. നേരെ മറിച്ച് നമ്മിലാണെങ്കിലും സമൂഹത്തിലാണ് സഭയിലാണ് കാണുന്നത് എന്താണ്? ദൈവം നിശ്ചയിച്ച അധികാരത്തെ, തമ്പുരാൻ നിശ്ചയിച്ച അധികാരത്തെ അതനുസരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അതനുസരിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന പിന്നെ ആരാ? പൈശാചിക ശക്തിയല്ല, പിന്നെ ഏത് ശക്തിയാ? അപ്പൊ ആ ശക്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് നൃത്തമാടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? ഉണ്ടോന്ന് പരിശോധിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോറാഹിന്റെ വഴി നമുക്ക് പറഞ്ഞ വഴികളൊന്നുമല്ല. ആത്യന്തിക പരാജയപ്പെടുകയുള്ളൂ, അത് ചെന്ന് തലമുട്ടി തകരുകയുള്ളൂ, അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. ദൈവം തമ്പുരാൻ അതിനെ വളർത്തുകയില്ല. എവിടെയെങ്കിലും ചിഹ്നിച്ചിത്രയ്ക്കും, അവരിൽ തന്നെ ഭിന്നതയുണ്ടാകും. അത് അവരെ തന്നെ ഭിന്നതയുണ്ടാക്കി പരസ്പര ശത്രുക്കളായിട്ട് അവർ മാറി. എന്തിനീ കഷ്ടപ്പാടെല്ലാം? കർത്താവിൻ്റെ സഭയുടെ ദൈവം നിശ്ചയിച്ച അഭിഷിക്ത അധികാരത്തിന് വിധേയമായിട്ട് പോകുമ്പോൾ എന്തൊരു മനസമാധാനമാണ്, എന്തൊരു ശാന്തിയാണ്. ആ ശാന്തി സമാധാനവും സമൂഹത്തിലേക്കും കൊടുക്കും. ആ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ പറ്റാവോ? അത് അധികാരത്തോട് ഞാൻ തന്നെ ആയാലും, ഞാൻ ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ അധികാരിയോട് ഞാൻ വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ജനത്തോട് ആധികാരികമായിട്ട് ദൈവകൽപ്പനകൾ അനുസരിക്കാൻ പറയും? ഞാൻ എങ്ങനെ പറയും? എങ്ങനെ വചനം വ്യാഖ്യാനിക്കാൻ പറ്റും? ആരും ഇതൊരു സത്യമല്ലേ? ഇപ്പം അങ്ങനെ ഈ നിയതമാധികാരം ഞാൻ ധിക്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾ അപ്പനെ ധിക്കരിക്കില്ലേ പിള്ളേർ? അപ്പം മുഴുവൻ ശിഥിലീകരണമല്ലേ സംഭവിക്കുന്നത്, നാശമല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് കോറാഹിൻ്റെ വഴി നമ്മളുടെ വഴിയല്ല, ആ കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ വഴിയാണ് ബാലാമിൻ്റെ വഴി. എന്താണ്? മന്ത്രവാദത്തിൻ്റെ വഴിയാണ്. കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മന്ത്രവാദിയെ വിളിക്കുക. അതിപ്പോൾ കൂടിക്കൂടി വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രവാദി വിളിക്കുക, അതിനുവേണ്ടി ആളുകളും കാത്തു കെട്ടി കിടപ്പുണ്ട്. കാരണം അവർക്ക് 10 പൈസ ഉണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ശരി ഞാൻ ഓതിക്കെട്ടിത്തരാം, അല്ല ഇതിനകത്ത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രവാദം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ ബാലാം എന്ന് പറയുന്നത്. ബാലാക്ക് എന്ന് പറയുന്ന മോവാബ് രാജാവ് അപ്പോൾ ഇസ്രായേൽ ശക്തമായിട്ട് വരുന്ന കണ്ടപ്പോൾ അവരെ പ്രാഗ് നിർവീര്യമാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്ന ഭയങ്കരമായ സമ്പത്ത് കൊടുത്തുകൊണ്ട് വിളിച്ചുകൊണ്ടൊന്ന് ബലിയർപ്പിച്ച് ഇവരെല്ലാം അതിശക്തമായി ശപിച്ചു കഴിയുമ്പോൾ ഇവർ ചെതറിപ്പോകുന്ന ആ ധാരണ ഈ രാജാവിന് നേരെ വിരുദ്ധമായിട്ട് ഇയാൾ ശപിക്കാൻ തുറന്നപ്പോൾ വയലിൽ നിന്ന് വന്നത് കർത്താവ് ശപിക്കാത്തവനെ ഞാനിങ്ങനെ ശപിക്കും, കർത്താവ് അനുഗ്രഹിക്കുന്നതിനെ ഞാനിങ്ങനെ ശപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശപിക്കാൻ വന്നവനെ എനിക്ക് അനുഗ്രഹിച്ചിട്ട് പോയി. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം മതി നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിന് 24 നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് ആ ബാലാമിൻ്റെ വഴി നമ്മുടെ വഴിയല്ല. പിന്നെ താൻ കാണുന്നു ബാലാമിൻ്റെ ജീവിതത്തിൽ വഴിതെറ്റിയ രീതികൾ എന്തെല്ലാം സംഭവം നടക്കുന്നതായി. അപ്പോൾ ഈ 2-3 വഴിയൊന്നുമല്ല നമ്മുടെ വഴി. അപ്പോൾ അതിന് വ്യത്യസ്തമായ വഴികളായി പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിലൂടെ ആ മാർഗത്തിൽ സഞ്ചരിച്ചു, ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നോഹ. അതാണ്. അപ്പം അതാണ് ഈ പറയുന്ന 3 വഴികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ വഴി. ഇന്നുണ്ടായി 3 മക്കളുണ്ടായി, ഷേം, ഹാം, യാഫത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ച് പോയതായിട്ട് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യനെ എല്ലാം ദുർമാർഗികളായി കണ്ട ഈ ഭാഗം അത് വീണ്ടും ആവർത്തനമായിട്ട് നമുക്ക് തോന്നുന്നു. അത് അതേസമയത്ത് പുരോഹിത പാരമ്പര്യമാണ്. അപ്പം ദൈവം നോഹനോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അധർമ്മം പെരുകി ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോകില്ല. അപ്പോൾ ദൈവം ഇടപെടുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഒരു പുരോഹിത പാരമ്പര്യത്തിൽ നിന്നാണ് അതാമുഖം. അപ്പോൾ നീതിമാനായ നോഹയുടെ ചിത്രം അനുസരിക്കട്ടെ. തിന്മയുടെ വളർച്ച പരിപടിയായിട്ടാണ് യഹോവ പാരമ്പര്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് അവതരിപ്പിച്ചിരിക്കുക. അപ്പോൾ അത് നന്നായി ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്നായിരിക്കുന്നത് കണ്ട് ദൈവം തന്നെയായി പറഞ്ഞത് മുഴുവൻ ദുഷിച്ചു പോയാൻ. അപ്പോൾ എവിടെ നിന്ന് വന്നതാണ് ഈ ദുഷിപ്പ്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ എന്നാ ചെയ്യേണ്ട പരിപാലന ദൈവം അവിടെ കാണുന്നു. ദൈവം നോഹയെ വിളിക്കുന്നു പറയുന്നത് സമ്പൂർണ്ണ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പരിപാലനയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകന്മാരെ പ്രഖ്യാപിച്ച ആ ശിക്ഷാവിധികളാണ് വാസ്തവത്തിൽ ഇത് നടമാടിയിരിക്കുന്നത്. അതാണ് ആവിഷ്കരിച്ചത്. വാസ്തവത്തിൽ ഈ പറയുന്ന ജലപ്രളയത്തിൻ്റെയൊക്കെ പിമ്പിൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ അനുഭവം തന്നെ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആമോസ് പ്രവാചകൻ പറഞ്ഞില്ലേ, 8-2 ആമോസ് 8:2 നോക്കിക്കേ. കർത്താവ് എനിക്കൊരു ദർശനം നൽകി, ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മഫലങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസ് നീ എന്ത് കാണുന്നു? ഒരു കുട്ട നിറയെ ഗ്രീഷ്മഫലങ്ങൾ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അവസാനം വന്നു കഴിഞ്ഞു, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. എടുത്ത് വായിച്ചു നോക്ക്, ആമോസ് 8:2.
അപ്പോൾ ആ ഇസ്രായേലിൻ്റെ അനുഭവമാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഗ്രീഷ്മഫലങ്ങൾ പറയാൻ കാര്യം വേനൽക്കാലത്തിൻ്റെ അവസാനം ഏറ്റവും അവസാനം പുറപ്പെടുക്കുന്ന ഫലത്തിനാണ് ഗ്രീഷ്മഫലങ്ങൾ, പിന്നെ ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അവസാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ദൈവം ശിക്ഷിക്കാൻ പോകുന്ന ഈ ജനത്തെ എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് പ്രവാചകത്തിനെ വിളിക്കുന്നത്. നീ എന്ത് കാണും? ദർശനം കൊടുക്കുക ചെയ്ത് ആമോസിന്. അതുപോലെ തന്നെ എസെക്കിയ 7:2-9 വാക്യങ്ങൾ, എസെക്കിയ 7:2-9 വാക്യങ്ങൾ, ദൈവമായ കർത്താവ് യിസ്രായേൽ ദേശത്തോട് അരുളി ചെയ്തു, ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ഉണ്ടോ വചനം ജനത്തിൽ നിന്ന് വരുന്നത് കണ്ടില്ലേ? നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ദേശത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് അവസാനം അടുത്തു വരുന്നു. നിന്റെ അവസാനം അടുത്തിരിക്കുന്നു 2 പ്രാവശ്യം. എന്നിട്ട് എൻ്റെ കോപം നിന്റെ മേൽ അഴിച്ചുവിടും, നിന്നെ ഞാൻ വിധിക്കും. അതായത് എസെക്കിയേൽ 7:2-9. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജലപ്രളയത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത് അന്ന് ഐതിഹ്യമായിട്ട് നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ചേരാത്തൊക്കെ വിട്ടുകളഞ്ഞിട്ട് ദൈവജനത്തിന് ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പ്രതിഫലിക്കത്തക്ക രീതിയിൽ ആവിഷ്കരിക്കുന്നതാണ് ജലപ്രളയത്തിൻ്റെ വിവരണം എന്ന് പറയും. ഇപ്പം ചുമ്മാ കണ്ട് ഇപ്പം മനസ്സിലായില്ലേ? ജലപ്രളയം ചുമ്മാ വായിച്ചങ്ങ് പോകുമ്പോൾ ഏതോ ആഴത്ത് ഭയങ്കര ഭൂമി മുഴുവൻ പറഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുമില്ല. അങ്ങനെയല്ല ആ രീതി വന്നത്. പിന്നെ അറാറാത്ത് പർവ്വതത്തിൽ അവിടെ നിന്ന് അവസാനിച്ചെന്ന് പറയുമ്പോൾ അത് തപ്പിപ്പോയിട്ട് ഒരു കാര്യമില്ല. അവിടെയെങ്കിലും മോഹയുടെ പെട്ടകം എന്ന് പറയുന്ന സാധനമൊന്നും അവിടെ നിന്നും കാണത്തില്ല. പുരാവസ്തു ഗവേഷണമൊന്നും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രമേയത്തിലൂടെ സന്ദേശം അവതരിപ്പിക്കുക അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ ചരിത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ ആദിമ ചരിത്ര രൂപകൽപ്പന ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ആദ്യത്തെ 11 അധ്യായങ്ങൾ ഇസ്രായേൽ ചരിത്രത്തിന് മാതൃക രൂപീകരിച്ചിരിക്കുക. മനുഷ്യന്റെ പാപം പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്നതിൻ്റെ സംഗതി. പ്രപഞ്ചത്തെ മുഴുവൻ വാസ്തവത്തിൽ നിന്ന് മനസ്സിലാക്കി വരികയാണല്ലോ. പരിസ്ഥിതി ഇളകി ആപ്പാട് നാശമായി കണ്ടില്ലേ? ഭയങ്കരമായി മനുഷ്യന്റെ കാർബൺ ഡയോക്സൈഡ് അത് ഭയങ്കരമായിട്ട് പെരുകിയിട്ട്, ഈ ചൂട് ഭയങ്കരമായിട്ട് പെരുകിയിട്ട് അവസാനം മഞ്ഞുവരെയെല്ലാം ഉരുകി ഇന്ന് കാണുന്ന കരയൊക്കെ കടലായിട്ട് തീർന്ന മനുഷ്യൻ അപ്രത്യക്ഷമാകുന്ന സാധ്യതകളൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയാൻ തുടങ്ങിയിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് മനുഷ്യന്റെ പാപം പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ നീതിനിഷ്ഠമായ ജീവിതം പ്രപഞ്ചം മുഴുവൻ രക്ഷാകരമായി തീരണമെങ്കിൽ നീതിനിഷ്ഠമായ ജീവിതത്തിലേക്ക് തിരിയണം. ആ ഒരു മനുഷ്യൻ വഴി. അതുകൊണ്ട് ഇവിടെ നോഹ ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യനിലൂടെ നീതി കടന്നു വരുന്നത് ഭാവിയിൽ ഈശ്വരശിയായിലൂടെ നീതി കടന്നു വരുന്നതിൻ്റെ ഒരു മനോഹരമായ അവസാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൗലോസ് തന്നെ പറഞ്ഞിട്ട് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 15-21 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യന്റെ പാപം മൂലം എല്ലാവർക്കും ശിക്ഷാവിധി കാരണമായതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി തീർന്നു. കണ്ടില്ലേ? ആദം മൂലം വന്നതാണ്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പെട്ടകത്തിന്റെ വിവരണത്തെക്കുറിച്ച് പറയുന്നത്. പെട്ടകത്തിന്റെ വിവരണം 14 തൊട്ട് 22 വരെയുള്ള ഭാഗങ്ങളാണ് പെട്ടകത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അത് എവിടെയാണ് ഇങ്ങനെയാണ് ഈ വാസ്തവത്തിൽ ലോക ചരിത്രത്തിലെ ശാസ്ത്രജ്ഞന്റെയൊക്കെ അടിസ്ഥാനം ബൈബിൾ തന്നെയാണ്. ബൈബിൾ തന്നെ ഉണ്ട്. ഈ മുട്ടൻ കപ്പലുകളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കപ്പലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ നീളവും അടിയും മുഴുവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ഭയങ്കരമായ ചരിത്രം നമുക്കുണ്ടായിരുന്ന ടൈറ്റാനിക് കപ്പലൊക്കെ രൂപീകരിച്ച് നശിച്ചു പോയതൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ കപ്പൽ നിർമ്മാണത്തിൻ്റെയൊക്കെ വാസ്തവത്തിൽ ഒരു ഉദയം ഇവിടെ തന്നെ ഈ നോഹിൻ്റെ പെട്ടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോഹിൻ്റെ പെട്ടകത്തിൻ്റെ അർത്ഥം അതൊന്നും അല്ലെങ്കിൽ പോലും അത് മനുഷ്യൻ്റെ തിന്മയുടെ നടുവിലെ ഒരു വിഭാഗത്തെ ദൈവം സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ സൂചനയായിട്ടാണ്. ഭാവിയിലെ സഭയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിനകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ അതിന് ഡിറക്ഷൻ കൊടുക്കുന്ന കണ്ടില്ലേ? 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനൽ, വശത്ത് ഒരു വാതില് വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായിട്ട് വേണം പെട്ടകം ഉണ്ടാക്കാൻ. ഇന്നത്തെ ഭാഗം വായിച്ചു നോക്കുകയും അന്ന് രൂപീകരിക്കുന്നത് കഴിയുമ്പോൾ അന്ന് ഈ കപ്പലൊന്നും ഇല്ലാത്ത സാഹചര്യമല്ലേ. ഇപ്പം ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ കപ്പലിൻ്റെ ആകൃതി രൂപീകരിച്ചുണ്ടാകുന്ന ആ കാര്യം ഇന്ന് പിന്നീട് മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ ഈ കപ്പലുകളൊക്കെ ഉണ്ടാക്കാൻ ഉൾപ്രേരണയായില്ലേ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം ഉണ്ടാക്കാൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളവരെ എല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഒപ്പുവയ്ക്കും. അവിടാണ്. അതായത് നന്മ ഉണ്ട്, തിന്മ മുഴുവൻ കയറി അടിക്കില്ല. തിന്മയല്ല വിജയിക്കുന്ന, നന്മ വിജയിക്കും. അത് തിന്മ ചെയ്യുന്നവർ ഓർത്തോളൂ, നിങ്ങൾ ഒരിക്കലും വിജയിക്കത്തില്ല.
നിങ്ങൾ കാലത്തേക്ക് നിങ്ങൾക്ക് നിൽക്കും, മറ്റുള്ളവരെയൊക്കെ പേടിപ്പിച്ചും മറപ്പിച്ചൊക്കെ നിൽക്കും, പക്ഷെ നിങ്ങൾ ഒരിക്കലും വിജയിക്കത്തില്ല. അതുകൊണ്ട് തട്ടിപ്പ് കാണിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കിയിട്ട് മനുഷ്യന്റെ മനസ്സിൽ കണ്ണിൽ പൊടിയിട്ടിട്ട് അധികാരം കൈയാളി മുമ്പോട്ട് പോയിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. എപ്പോഴാ തകർന്ന് താഴ്ന്ന 8 നില പൊട്ടിപ്പോവും. ആ കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ, ഈ പാവങ്ങളൊക്കെ പൊടിയിടാനൊക്കെ പറ്റും, അത് നീതീകരിക്കാനും ഒക്കെ പറ്റും. ഇപ്പം കണ്ടില്ലേ സംഗതിയെല്ലാം പ്രത്യേകമായിട്ട് ഇപ്പം സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇലക്ഷൻ ബോണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇതെല്ലാം എവിടെയൊക്കെ തട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാം അവരെല്ലാം ഈ പെട്ടകത്തിൽ കയറണം. എല്ലാ ജീവജാലങ്ങളിൽ നാണും പെണ്ണുമായി ഈ 2 എണ്ണം നീ പെട്ടകത്തിൽ കയറ്റിയിരിക്കണം. കണ്ടില്ലേ, അതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക. എല്ലായിനം പക്ഷികളും മൃഗങ്ങളും ഇഴയന്തുക്കളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ 2 എണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണങ്ങളും ശേഖരിച്ച് വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. കണ്ടില്ലേ, ഈ ഭാഗം വായിച്ചു നോക്കാൻ നമുക്ക് തോന്നും അന്നത്തെ ജനത്തിന് തന്നെ ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് നടന്ന രീതിയിൽ അതിനെ കാണേണ്ടതില്ല. അത് ഒരു സത്യം അവതരിപ്പിക്കുക അതിലൂടെ. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ആൾ ദുഷ്ടന്മാരുടെ നടുവിൽ നിലനിൽക്കുന്നതിനെ ദൈവം സംരക്ഷിക്കുന്നു എന്ന കാര്യം. അപ്പം അതുകൊണ്ട് ഇത് മുഴുവൻ പുരോഹിത പാരമ്പര്യപ്പെട്ടതാണ്. നാശത്തിൽ നിന്ന് രക്ഷ അത് നൽകാൻ വേണ്ടി ദൈവം മുന്നറിയിപ്പ് നൽകുന്നതാണ്. അപ്പം ഭീമാകാരമായ പെട്ടി പോലെയാണ് ഈ പേടകം. അപ്പം മറ്റൊരു നിലനിൽപ്പ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിലനിൽപ്പിൻ്റെ കാര്യം മറ്റുള്ളവരെ നിലനിൽക്കണം. ഇപ്പോൾ ഉടമ്പടി ദൈവമായിട്ട് നടത്തും, ദൈവം തന്നെ ഇങ്ങോട്ട് ഉടമ്പടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോഹയുടെ അനുസരണം അത് രക്ഷ പ്രാപിക്കാനുള്ള വഴിയായിട്ട് എടുത്ത് കാണിക്കാൻ ഇവിടെ. അപ്പം അത് നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്നാ, മനുഷ്യൻ ഒറ്റയ്ക്കല്ല നിലനിൽക്കുന്നതും നശിക്കുന്നതും ഒരു കാര്യമാണ്, ഒരു പ്രമേയമാണ്. അതുകൊണ്ട് നമ്മൾ തനിച്ച് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. തനിച്ച് നശിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സമൂഹ ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിന്മ നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ നശിക്കും. നന്മ നമ്മുടെ ഉള്ളിൽ വളർന്നാൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ രക്ഷ പ്രാപിക്കും. അതാണ് ഒരു ശക്തമായ പ്രമേയമില്ലാതെ. അപ്പോൾ സർവ്വ ജീവജാലങ്ങളും മനുഷ്യനും തമ്മിൽ, മനുഷ്യൻ്റെ ആന്തരികതയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഹൃദയം ശുദ്ധമായിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ സുസ്ഥിരതയും കാര്യങ്ങളും ഒക്കെ അതിന് മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും അത് ആവശ്യമാണ്. നേരെ തിരിച്ചും അങ്ങനെ വന്യമൃഗങ്ങളെ കൊണ്ട് നമ്മൾ മടുത്തു. അപ്പം ആർക്കാ വില? വന്യമൃഗങ്ങൾക്കാണോ അതോ മനുഷ്യനാണോ? മനുഷ്യന് കാട്ടാന കയറി വന്ന് നേരെ ഒന്ന് ചവിട്ടിക്കൊന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാവം വനിതയ്ക്ക്, ഒരു അമ്മച്ചിക്ക് കടുവ കടന്നുപോയി, തലനാരിൽ രക്ഷപ്പെട്ടു പോയി. എൻ്റെ ഭരണാധികാരികളെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇളക്കം തട്ടാത്ത? എന്തുകൊണ്ടാണ് കിടന്ന് ഉറക്കം മടിക്കുന്ന മന്ത്രി എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ചുമതലയില്ലേ? അതോ അല്ലെങ്കിൽ കഴിവുള്ളവനെ വെക്കണ്ടേ? ഇതൊന്നുമില്ലാതെ ചുമ്മാ വെറുതെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിപ്പോയി ഇനി അടുത്ത ആരെയൊക്കെ കൊല്ലുന്നത് എങ്ങനെ അറിയും? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടതല്ലേ? മനുഷ്യൻ്റെ ഒരു നിയന്ത്രണമില്ല. ഈ കാണുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലത്ത് വില്ലേജിൻ്റെ കളക്ടർക്ക് അധികാരം കൊടുക്കേണ്ടേ? ഇന്നലെ ആ അധികാരം ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ മറ്റും അനുസരിക്കണ്ടേ? അതിന് പകരം ഇനി മൃഗത്തെ കൊന്നാൽ അയ്യോ വലിയ പാതകമാക്കി എടുത്ത് വെച്ചുകൊണ്ട് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നീങ്ങാൻ ഈ മൃഗസംരക്ഷകരും ഒക്കെ മനുഷ്യരായിട്ട് ചിന്തിക്കേണ്ടതല്ലേ? ഈ മൃഗത്തെ ആണോ സംരക്ഷിക്കേണ്ടത് അതോ മനുഷ്യനാണോ സംരക്ഷിക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ചിന്തമാണ്. പരിസ്ഥിതിയുടെ ആ വന്യമൃഗങ്ങളുടെ നിലനിൽപ്പൊക്കെ മനുഷ്യർക്ക് ആവശ്യം തന്നെയാണ്, അല്ലെന്ന് ആരും പറയുന്നില്ല. ആവശ്യം തന്നെ, അതൊക്കെ വേണം. പക്ഷേ അത് പരിധി കഴിഞ്ഞങ്ങ് പോയാലോ, മനുഷ്യന് ജീവിക്കാൻ പറ്റാണ്ട് വന്നാലോ, മനുഷ്യൻ ഭയപ്പെട്ട് കഴിഞ്ഞുള്ള സാഹചര്യം ഉണ്ടായാലോ, അതിനൊക്കെ ഒരു തീരുമാനം വരുത്തേണ്ട ഭരണാധികാരികളുടെ ചുമതലയല്ലേ? അവിടെയൊക്കെ ഉറക്കം വരിക്കേണ്ടത് എങ്ങനെയാ? ആർക്കിട്ടാ മയക്ക് കൂടി വെക്കേണ്ടത്? ആനക്കിട്ടാണോ അതോ ഇങ്ങനെയുള്ള ആളുകൾക്കിട്ടാണോ? എവിടെയാണ് വെക്കേണ്ടിയേ? ഇത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ പ്രളയത്തെ വിചിന്തനത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നു നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ശരി, വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ, ദൈവിക വെളിപാടെന്ന നിലയിൽ അതിനെ കാണാനും അതിനനുസരിച്ച് അത് സ്വീകരിക്കാനും നമുക്ക് കഴിയട്ടെ. അത് പിന്നീട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം. പ്രളയം ഇനിയുണ്ട്, ബാക്കി ഭാഗങ്ങളുണ്ട്, നമുക്ക് പിന്നീട് ധ്യാനിക്കുന്നതാണ്. എന്തായാലും ശരി, വീണ്ടും മനസ്സിൽ ഓർക്കുക, ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമാണെന്നും
ദൈവാനുഭവ രേഖയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലായില്ലാത്ത കാര്യമാണെങ്കിൽ തെറ്റിദ്ധരിക്കാതെ അതിന് കാരണങ്ങളുണ്ടെന്നും ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടെന്നും ഇത്രമാത്രം ശാസ്ത്രീയ പഠനത്തിന് വിധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥവും ഭൂമിയില്ലെന്ന് ഓർക്കണം. ഇപ്രാവശ്യം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതിനെതിരായിട്ടൊക്കെ ചില വേദികളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതൊക്കെ അത്ഭുതപ്പെട്ടു. ഞങ്ങളൊക്കെ ഈ പദം പഠിക്കാൻ വേണ്ടിയിട്ട് 6-7 വർഷക്കാലം ഇത് എഴുതിയ ഭാഷ ഇതുണ്ടായ സ്ഥലത്ത് താമസിച്ച് ജീവിച്ച് പഠിച്ചിട്ട് ഇത്രയൊക്കെ അറിയത്തുള്ളൂ എന്നുള്ള ബോധ്യമുണ്ട്. ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അതുപോലെ പഠന വിധേയമായിരിക്കുന്ന ഒരു ഗ്രന്ഥം, വളരെ കൃത്യമായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു ഗ്രന്ഥം, അത്ര അമൂല്യമായ ഗ്രന്ഥം മനുഷ്യർ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.